അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബാ കിറാമിൻ്റെയും ത്യാഗപൂർണമായ ഹിജ്റയെ ഓർമ്മിപ്പിക്കുന്ന മാസം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, അതനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ആ ത്യാഗപൂർണമായ സംഭവം പരിശുദ്ധ ഖുർആനിൽ അത് നടത്തിയവരെയും അവർക്കുള്ള നേട്ടങ്ങളെയും കുറിച്ച്, അവർക്കുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് നല്ല വിധത്തിൽ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ത്യാഗപൂർണമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ഇഷ്ടപ്പെട്ടതായിരുന്നു അത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഹിജ്റ ചെയ്യാൻ നമുക്കിനി അവസരമില്ല. മക്കം ഫത്ഹിന് ശേഷം ഹിജ്റയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജ്റയുണ്ട്. അത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള ഹിജ്റയാണ്. പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയിൽ പ്രവേശിക്കുക എന്നുള്ള ഹിജ്റയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. മുഹാജിർ എന്നാൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നാം പ്രതിജ്ഞയെടുക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന്, പരിശുദ്ധമായ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുമെന്ന്, അതിലൂടെ സ്വർഗീയ കവാടത്തിലേക്ക് നടക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.